ദൈവം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ്. ദൈവം എന്ന് പറഞ്ഞാൽ അനന്ത നന്മയാണ്, അനന്തതയാണ്, അനന്തത, ഇൻഫിനിറ്റ്. ആ ദൈവത്തിന് ലോക്കലായിട്ട് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. ആ ദൈവത്തിന് ആ സ്നേഹം അതുപോലെ സ്വീകരിക്കുന്ന ആരെങ്കിലുമേ സ്നേഹിക്കാൻ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ഏകശില പോലെ ഒരൊറ്റപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവം സ്നേഹമാണെന്ന് പറയാൻ പറ്റില്ല. ഇനി എന്നെ ശ്രദ്ധിച്ചോ, ലോകത്ത് ക്രിസ്തീയ മതമല്ലാതെ മറ്റൊരു മതവും ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. കാരണം അവർ പഠിപ്പിച്ചത് ദൈവം സിംഗിൾ ദൈവം. ക്രിസ്ത്യാനിയുടെ ദൈവം ഏക ദൈവം, 3 വ്യക്തികൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് പുത്രനെ അനന്തമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു, പുത്രൻ പിതാവിനെ അനന്തമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിത്വം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്നേഹത്തിന് സ്തുതി എന്നാണ് അതിന്റെ അർത്ഥം. സ്നേഹത്തിന് സ്തുതി, സ്നേഹമേ സ്തുതി. അങ്ങനെ പിതാവ് പുത്രനെയും, പുത്രൻ പിതാവിനെയും, പിതാവ് പരിശുദ്ധാത്മാവിനെയും, പരിശുദ്ധാത്മാവ് പുത്രനെയും പിതാവിനെയും ഇങ്ങനെ അനന്തമായി, അനന്തമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദൈവം പറയുകയാണ്, ഈ സ്നേഹം നമുക്ക് ആർക്കെങ്കിലും പങ്കുവെച്ചു കൊടുക്കാം. സ്നേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സ്നേഹം ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. അപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ നിങ്ങളിത് മനസ്സിലാക്കുക. അങ്ങനെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അല്ലാതെ കോടാലിയുമായിട്ട് 1962 ഫെബ്രുവരി 28 ഉച്ചയ്ക്ക് 2:30 നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങളെ വെട്ടാനിരിക്കുന്ന ഒരു ദൈവം അല്ല ക്രിസ്ത്യാനിയുടെ ദൈവം. ക്രിസ്ത്യാനിയുടെ ദൈവം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ മക്കളെ സ്നേഹിക്കണം, എൻ്റെ മക്കളാണത്, മക്കള്. അങ്ങനെ സർവഗുണസമ്പന്നനായ ദൈവം തൻ്റെ സ്നേഹത്തിലും ജ്ഞാനത്തിലും സൗഭാഗ്യാവസ്ഥയിലും പങ്കാളികളാക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചത്. വായിക്കാം, യോഹന്നാൻ 10:10. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. എന്നോട് പറഞ്ഞേ, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ഒന്നുകൂടെ പറഞ്ഞേ, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്.